കർഷക മോർച്ച നേതാവായ ഷാജി ആർ കൂടി ചേരുകയാണ്. ശ്രീ ഷാർജി, കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഗുണകരവും ഫലപ്രദവുമാണ് ഇത്തവണത്തെ ഇടക്കാല ബജറ്റ്? നമ്മുടെ രാജ്യത്തിന്റെ ധനമന്ത്രി ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ആമുഖം എന്നോണം അവർ സൂചിപ്പിച്ചത് തന്നെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ രാജ്യത്തുണ്ടായ വലിയ തോതിലുള്ള മാറ്റം അത് സൂചിപ്പിച്ചിട്ടാണ് ബഡ്ജറ്റ് പ്രസംഗം തുടങ്ങുന്നത് തന്നെ. അതേപോലെ തന്നെ അവര് വളരെ പ്രാധാന്യത്തിൽ പറഞ്ഞത് മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവർണൻസ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഏറ്റവും വലിയ തോതിൽ പ്രതിഫലിപ്പിക്കാൻ സാധിച്ചത് കാർഷിക മേഖലയിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിലെ കാരണം ഈ തരത്തിലുള്ള ഒരു വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലെ ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റിന്റെ തുടർച്ച എന്ന് തന്നെയാണ് ധനമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ തന്നെ നോക്കൂ, 2023 ഭക്ഷ്യധാന്യ ഉൽപാദനം നോക്കിയാൽ അത് 329.7 ദശലക്ഷം ടണ്ണാണ്. അത് മുൻ വർഷങ്ങളിലേക്കാൾ ഏതാണ്ട് 14.1 ദശലക്ഷം ടൺ വർധനമാണ്. അപ്പൊ കാർഷിക മേഖലയിൽ കഴിഞ്ഞ കാലത്ത് എടുത്തിട്ട് അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും നടപടികളും ക്ഷേമ പദ്ധതികളും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ തന്നെ കാർഷിക മേഖലയിൽ കർഷകരെ കൂടുതലായി പുതിയ തലമുറയെ ആകർഷിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഭാരതത്തിൽ മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യം തന്നെ, ബഡ്ജറ്റിലും ലക്ഷ്യം കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു ദിശാബോധത്തോടുകൂടി നമുക്കറിയാം പ്രവർത്തനം തുടങ്ങിയത് വളരെ സമീപ കാലത്താണ് നമ്മുടെ ഭാരതത്തിലുണ്ടായിട്ടുള്ളത്, നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളത്. വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ, അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഓരോ ഇപ്പൊ തന്നെ നമുക്ക് പദ്ധതി തുക ഏതാണ്ട് 1,27,000 ലക്ഷം ശ്രീ ഷാജി, താങ്കളിലേക്ക് എത്താം. താങ്കളുടെ ശബ്ദ സംപ്രേഷണത്തിൽ ചില സാങ്കേതിക തകരാറുകളുണ്ട്.